ഹായ്, ഞാൻ സൈറ. ഇന്ന് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ശ്രുതി ഹരിദാസിൻ്റെ കല്യാണം. അങ്ങനെ അപ്പോൾ നമുക്ക് കല്യാണത്തിന് പോവാം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ശ്രുതിയുടെ കല്യാണം. അപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ അധികം പേരൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇഷ്ടപ്പെടുന്നവരെ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവരായിട്ട് ഫുൾ അടി ബഹളം അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടറാണ് എൻ്റെ. അപ്പോൾ അങ്ങനെ ഞാനും ശ്രുതി മൊത്തത്തിൽ അടിയൊക്കെ ഉണ്ടാക്കും. എപ്പോൾ നോക്കിയാലോ അത് കോംപ്രമൈസ് ചെയ്ത് സെറ്റാക്കാൻ വരുന്നത് നമ്മുടെ സ്റ്റെഫി ആണ് നമ്മുടെ എല്ലാ അടിക്കും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അടിയൊക്കെ തീർത്തരാം. അപ്പം അങ്ങനെ നമ്മൾ ആ സമയത്ത് നല്ല അടിയും സ്നേഹവും ഒക്കെ ആയിട്ട് എനിക്കൊരു സങ്കടം വന്ന് ഞാൻ പോയി അവളെ ഹഗ് ചെയ്യും. ആ ഹഗ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സമാധാനം, സന്തോഷം, ആ ഫീല് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. നമ്മൾ ഇടയ്ക്ക് വിളിക്കുമ്പോഴത്തേന് നമുക്ക് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്ന ക്രിഞ്ച്. അങ്ങനെയൊക്കെയാണ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒരു വീഡിയോ അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എനിക്കങ്ങനെ ചെയ്യാൻ അറിയില്ല. വലിയ യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറുക്കിതിലെന്തെങ്കിലുമൊക്കെ നമ്മൾ അങ്ങനെയാണ് വീഡിയോസൊക്കെ ചെയ്യണം. ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെയൊക്കെ പറയുന്നത്. കുറച്ച് വെറുപ്പിക്കലാണ്. എന്താ ചെയ്യുക, വെറുപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ പിന്നെ വെറുപ്പിച്ചാലേ പറ്റൂ. ഈ യൂട്യൂബേഴ്സിനൊക്കെ സമ്മതിക്കേണ്ട ഒരു എങ്ങനെ വീഡിയോസൊക്കെ കിട്ടുന്നത്. എൻ്റെ അമ്മ സന്തോഷത്തിന് ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു സന്തോഷങ്ങൾ. ഇപ്പം എന്തെന്നാ പറയാം, കുറേ പേര് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിടാൻ എനിക്കും ഇഷ്ടമൊക്കെ തന്നെയാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അത് മാത്രമല്ല ഇന്ന് ഹോസ്റ്റൽ ആരുമില്ല, പിന്നെ ഇഷ്ടം പോലെ സമയമുണ്ട്. സോ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ പോലെ ചെയ്യാം. അതാണ് നിങ്ങളെ കാണുന്നവരത്. അയ്യോ ഞാൻ ചെറിയ രീതിയിൽ സ്കിൻ കെയർ, എനിക്ക് അങ്ങനെ റുട്ടീനൊന്നുമില്ല. ചെറിയ രീതിയിൽ എന്തൊക്കെയോ ഒരു സ്കിൻ കെയർ ചെയ്യുന്നു. മോയ്സ്ചറൈസർ ഇടുന്നു, സൺസ്ക്രീൻ മസ്റ്റ് അതിടുന്നു. ഇത് കഴിയുമ്പോൾ റെഡി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതെൻ്റെ അമ്മ തയ്ച്ചതാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെയല്ല പോകുന്നത്. നമ്മൾ പോകുന്നത് ഇങ്ങനെയാണ്. കുറച്ച് ഫുഡ് കഴിക്കാം ഫോർ എനർജി. ഫൈനലി നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. ചാലക്കുടി മെമ്മോ ഭയങ്കര തിരക്കാണ്. റോഡ് പോണ ബെല്ലടിക്കാൻ കയറില്ല. നേരം നിന്ന് വന്നേണ്ട ആ ഒരു എക്സ്പീരിയൻസ്. എത്ര മണിക്കൂർ നിന്നു? 3 hours. നാടോ രാത്രി മൊത്തം നമ്മള് ഫുൾ പ്ലാനിങ് അല്ലായിരുന്നു. ട്രാവലർ ഓർ കാർ. എന്നിട്ട് അവസാനം നമ്മൾ ഇതിൽ വന്നു മെമു. വലിയ വണ്ടി എടുത്തു. നമ്മൾ ആപ്പുപ്പ പൈസന്റെ വണ്ടി എല്ലാം എടുത്തത്. ഉറപ്പുണ്ടാ എന്നാലും നമ്മൾ ആദ്യം കയറിയ ട്രെയിനത് ആൾക്കാർ ഇപ്പോഴും ചൂടാ ചൂടാ സീരിയസിൽ നല്ല ചൂടാ. Wow. താങ്ക്സ്. അഭ്യാസ പ്രകടനങ്ങളുമായി ലിജിത്ത്. ഒന്നേ എന്താ കോൽമിഠായി. അയ്യോ
നീയാ പറയേണ്ടത്. ഹലോ ഗായ്സ്.